ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുകൊണ്ടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പം നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഇരിക്കുന്ന 1,00,000 രൂപ ലാഭം കിട്ടിയതാണെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് പൊടിക്കുക കേട്ടോ. അങ്ങനെ ഇതിന്റെ നന്ദി പറയേണ്ടത് വേറെ ആരോടുമല്ല, ഇതിന്റെ നന്ദി പറയേണ്ടത് ആന്റിയോടാണ്. ആന്റിയുടെ പേരിട്ട് ഈ കട തുടങ്ങിയതിന്റെ ഐശ്വര്യമാണെന്നൊക്കെയാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സച്ചി, രേവതിയും വർഷമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ 1,00,000 രൂപ ഒരു ദിവസം ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. ഈ പോട്ടനെ കൊണ്ട് സാധിക്കുമോ എന്ന് ഓർത്ത് ഇങ്ങനെ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽപ്പുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ സച്ചിക്ക് ചെറിയ സംശയമുണ്ട്. ഒരിക്കലും സുധീനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് സച്ചിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ തലയൊക്കെ കുലുക്കുന്നുണ്ട് കേട്ടോ. ഇരുന്ന് പല കോപ്രായത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല ആർക്കും. ഏതായാലും ഇതിൽ നിന്ന് കുറച്ച് പൈസ ആന്റിക്ക് ഇന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുക. ചന്ദ്രയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോളെ എനിക്കിത് വേണ്ട. അയ്യോ ആന്റി, ഇത് 10,000 രൂപയുണ്ട്, ആന്റി ഇത് മേടിക്കുക. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സുധീനെ തന്നെ നോക്കണം കേട്ടോ. സുധീരെ കള്ളത്തരം എല്ലാം അറിയാലോ. ഈ പൈസ ഒപ്പിച്ചു കൊടുത്തത് നമ്മുടെ ചന്ദ്രയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്തിനാ മോളെ ഇതൊക്കെ, എനിക്ക് വേണ്ട. ഷോ ആന്റി, എൻ്റെ ഒരു സന്തോഷമാ, അതല്ലേ, അതുകൊണ്ട് ഇത് ആന്റി മേടിച്ചേ പറ്റൂ. മാത്രമല്ല ആന്റിയുടെ സപ്പോർട്ടും അനുഗ്രഹവും കാരണവും ഒക്കെ തന്നെയാ സുധി ഈ ഒരു നിലയിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ആന്റിക്ക് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ തരുന്നത്. ആന്റി ഇന്ന ഇത് വെച്ചോ എന്ന് പറഞ്ഞ ആ പൈസ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കൊട്ടിപ്പിക്കാൻ കേട്ടോ. സ്വർണം വിറ്റ പൈസയാന്ന് ഓർത്തോണം. ശ്രുതിക്ക് ഇത് അറിയത്തുമില്ല. ശ്രുതി ഓർക്കുന്ന ഭർത്താവ് വളരെ നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണെന്ന. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, ആഹാ അച്ഛാ, പുന്നാര മോൻ സമ്പാദിച്ചു കൊണ്ടുവന്നതിൽ നിന്നും ഒരു പങ്ക് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ടും ആ മുഖത്ത് അത്രയ്ക്ക് സന്തോഷം ഇല്ലല്ലോ, ആ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലല്ലോ, എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചി ആക്കി നീട്ടി വലിച്ചൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷയും പറഞ്ഞു, അത് ശരിയാണല്ലോ, ആന്റിക്കൊരു വിഷമം പോലെ. അപ്പൊ ശ്രുതിയും പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ചിരുന്നു, ആന്റിക്കൊരു സന്തോഷം ഇല്ലല്ലോ, ശ്രുതി തന്നെ ഉണ്ടാക്കിയ പൈസയല്ലേ, കൊടുത്ത ക്യാഷ് കുറഞ്ഞു പോയത് കൊണ്ടാണോ ആന്റിക്ക് സന്തോഷം ഇല്ലാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞല്ല, ഞാൻ പറഞ്ഞോ സന്തോഷം ഇല്ലെന്ന്, എനിക്ക് ഒരു സന്തോഷക്കുറവുമില്ല. സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത്. പിന്നെ ഞാനിതൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നല്ലോ, സന്തോഷിക്കേണ്ട സമയത്ത് ഞാൻ സന്തോഷിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഇത് അത്രയ്ക്ക് സന്തോഷമുള്ള ചിരിയൊന്നുമല്ല, സന്തോഷമുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളച്ചിരിയായത്, അല്ലാതെ ഇത് യഥാർത്ഥത്തിലുള്ള ചിരിയൊന്നുമല്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ട മിണ്ടരുത്, സച്ചേട്ട ഇന്ന് കഴിക്കാൻ പറഞ്ഞു. ഇല്ല രേവതി, എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ എന്ന് സച്ചി. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി വല്ലാണ്ട് നിൽക്കുക. കള്ളത്തരം കൈയോടെ പൊക്കിയാ തീർന്നേ. ചന്ദ്ര പറഞ്ഞു, എന്ത് പന്തികേട്, ഒരു പന്തികേടും ഇല്ല. ശ്രുതി മോളെ, നീ വന്ന് ഭക്ഷണം കഴിക്കുക. ശ്രുതി എടാ നീ വന്നിരിക്കുക, ഞാനേ കൈ കഴുകി ക്യാഷ് കൊണ്ട് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയാണ്, ശ്രുതി നീ ഭക്ഷണം കഴിക്കാൻ ഇപ്പം ഇരിക്കരുത്, നീ ഒന്ന് വന്നേന്ന് പറഞ്ഞ് ശ്രുതിനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതിലും നമ്മുടെ സച്ചിക്ക് ഒരു സംശയം തോന്നുകയാണ്, എന്തിനായിരിക്കും നമ്മുടെ ശ്രുതിനെ ചന്ദ്ര മാറ്റിക്കൊണ്ട് പോയത്? വല്ലാത്ത സംശയമായി പോയിട്ടോ നമ്മുടെ സച്ചിക്ക് അറിയാലോ ശ്രുതിയുടെയും ചന്ദ്രയുടെ ഓരോ അനക്കങ്ങളും. അങ്ങനെ നമ്മുടെ സച്ചി എന്തൊക്കെയോ ആലോചിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ യാതൊരു ഇതുമില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടുപിടിക്കണം, ഇതെന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സച്ചി. ഇനി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെയും ശ്രുതിനെയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര പറയുകടാ, ശ്രുതി നീ സമ്പാദിച്ചതല്ലല്ലോ, സ്വർണം പടയം വെച്ചതല്ലേ. കെട്ടിയോള് വീമ്പ് പറയുമ്പോ നീ അത് ഇളിച്ചോണ്ട് നിൽക്കുകയല്ലേ കേട്ട്. എന്തിനാടാ ഈ ക്യാഷ് കൊണ്ട് നീ അവർക്ക് മുമ്പിലേക്ക് വന്നത്? അത് പിന്നെ സച്ചിയുടെ വായ അടപ്പിക്കണം എന്ന് പറഞ്ഞപ്പം പിന്നെ ശ്രുതി എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോയതാ. മോനെ, കരുതിയിരുന്നില്ലെങ്കിൽ അപകടമാണ്, നീ അത് മനസ്സിലാക്കിക്കോ. ഇതങ്ങാണം സച്ചി അറിഞ്ഞാല് നമ്മളെ രണ്ടുപേരുടെയും തല എടുക്കും അവന്. അയ്യോ എന്റെ തല, അയ്യോ എന്റെ തല. അപ്പോഴത്തേക്കും പെട്ടെന്ന് അതുറപ്പാ എന്നും പറഞ്ഞ് എവിടെന്നോ ഒരു ശബ്ദം കേട്ടുട്ടോ. ഇവർക്ക് തോന്നുന്ന കേട്ടോ പേടി കാരണം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്ന ആ ഒരു രീതിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവരുടെ തല എടുത്തിരിക്കും. അപ്പം അവിടെ സംസാരിക്കുന്ന സീനാട്ടോ ഇവരിവിടെ കേട്ടത്. കാരണം അവിടെ എന്തോ പാചക മത്സരത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായിട്ടും രേവതിക്ക് പ്രൈസ് കിട്ടും എന്നൊക്കെയാണ് സച്ചിയും രവീന്ദ്രനും ഒക്കെ പറയുന്നത്. പക്ഷെ ഇവര് പെട്ടെന്ന് ഓർത്തത് ഈ കാര്യത്തില് ഉറപ്പാ, സച്ചി തല വെട്ടും ഒന്ന് ഉറപ്പാ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഏതായാലും ചന്ദ്ര പറഞ്ഞു, എടാ ഇതിപ്പോ അവിടെ പറഞ്ഞതാണെങ്കിലും
ഉറപ്പാട്ടോ, തലയെടുക്കും. അതും കൊണ്ട് സൂക്ഷിച്ചും കണ്ടും നിന്തോ. എന്റെ മനസമാധാനം കളയാനായിട്ട് പിറന്നൊരു സന്താനമായി പോയല്ലോടാ നീ. അത് പിന്നെ അമ്മ മിണ്ടാതിരിക്കുക. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇങ്ങനെ ഒന്നും നിന്നെ വിട്ടാ പറ്റത്തില്ല. അത് പിന്നെ അമ്മേ, ശ്രുതി അമ്മയ്ക്ക് തന്നെ ആ 10,000 രൂപ എനിക്ക് തരുമോ? തരാടാ, നിനക്ക് ഞാൻ തരാടാ. നിനക്ക് കിട്ടിയതൊന്നും പോരെ. നിന്നെ അടിച്ച് ഞാനെന്ന് പറഞ്ഞ അവിടെ കൈയുടെ അവിടെ ഇവിടെയൊക്കെ അടി കൊടുത്തു കേട്ടോ. അടി കൊടുത്തിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എടാ, നിനക്ക് ഇനി ഈ ക്യാഷ് വേണോടാ? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് വന്നിരിക്കുക. അമ്മേ, എന്തൊരടി അമ്മ അടിച്ചത്, എന്ത് വേദനയാ. വേദന മനുഷ്യന്റെ സമാധാനം പോയി നിൽക്കുമ്പോഴല്ലേ. അത് പിന്നെ അമ്മ 10 വേണ്ട, ഒരു 5,000 ആയാലും മതി. പോടാ പോടാ, വിട്ടുപോടാ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര തല്ലി ഓടിക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ശ്രുതിക്ക് ഒരു നാണവും ഇല്ല. അമ്മേ, എന്നാ പിന്നെ 2 എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് നിപ്പുണ്ട്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചിനെ തന്നെയാണ് കേട്ടോ. സച്ചി അതും ഇതും ഒക്കെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു സഞ്ചിയിൽ എന്തായിരിക്കും, എന്തോ ഒരു ചെറിയ പരുങ്ങലും ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്കും മോനും, എന്തോ ഉണ്ട് എന്നിങ്ങനെ ആ സഞ്ചിയുടെ കാര്യം ബാക്കിലേക്ക് ചിന്തിക്കുകയാണ്. കാരണം മാറിപ്പോയ രേവതിയുടെ ബ്ലൗസും സ്വർണവും തമ്മിൽ മാറിപ്പോയ സഞ്ചികൾ തമ്മിൽ. അതിനിടയിൽ നമ്മുടെ സുധി പറഞ്ഞ കാര്യങ്ങളും 5 കിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ആ ഒരു സമയത്ത്. അതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ സച്ചിക്ക് മനസ്സിലാവുമോ എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, അത് ഉറപ്പായ കാര്യമാണ്, അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തല പുകഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രേവതി വന്നപ്പോഴത്തേക്കും എന്താ സച്ചേട്ടാ ചിന്തിക്കുന്നത്? അതെ, ഞാൻ വേറൊന്നുമല്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പം അമ്മയ്ക്കുടെ മുഖം അത്രയ്ക്ക് നല്ല രീതിയിലല്ല ഇരുന്നത്, എന്തോ പന്തികേടുണ്ട്. സുധി 5 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തി 1 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പാർലറേട്ടത്തി പറയുമ്പം ഒരു താരി പോലും സന്തോഷം ഉണ്ടായിരുന്നില്ല. ആരുടെ മനസ്സില്? എന്റെ അമ്മയുടെ മനസ്സില്. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന അമ്മയല്ലേ. ആ അമ്മയാ മിണ്ടാതെ നിന്നത്. ആ, അത് ശരിയാട്ടോ സച്ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അമ്മേനെ നോക്കുന്നുണ്ടായിരുന്നു. സൂതി പറഞ്ഞ് ഏറ്റുപിടിച്ച്. അമ്മ എന്തൊക്കെ പറയുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മ കൂടുതലൊന്നും മിണ്ടിയില്ല. ഖമാ എന്നൊരക്ഷരം മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ശ്രുതിയും വലിയ സന്തോഷത്തിലായിരുന്നില്ല. അമ്മയും മോനും നമ്മൾ അറിയാതെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്, അത് ഉറപ്പായ കാര്യമാണ്. അതെന്തെങ്കിലും ആവട്ടെ, അത് വിട്ടേരെ. സച്ചേട്ടൻ ഇനി അതിന്റെ പുറകെ ഒന്നും പോകണ്ട, ബാ വന്ന് കിടക്കാൻ നോക്ക് ബാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടിക്കൊണ്ട് കിടക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. എന്നിട്ടും സച്ചിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. സച്ചിക്ക് ഒരു കാര്യം അത് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സച്ചി പിന്നെ കണ്ടുപിടിക്കാതെ സച്ചിക്ക് ഊണില്ല, ഉറക്കമില്ല, അതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാലോ. അങ്ങനെ നമ്മുടെ സച്ചി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നോക്കാം ഇതെവിടം വരെ പോകുമെന്ന്, എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗജാനന്ദൻ ഇല്ലേ, പണ്ടത്തെ നമ്മുടെ ഗജാനന്ദൻ, നമ്മുടെ രേവതിയുടെ വില്ലൻ, സച്ചിയുടെ വില്ലൻ എന്നും പറയാം. പുള്ളിക്കാരന്റെ ഒരു കൂട്ടുകാരനും കൂടി ഇങ്ങനെ ബൈക്കിന് വരികയാണ് കേട്ടോ. അപ്പൊ ഈ ഗജാനന്ദൻ കുറച്ച് നാൾ ജയിലിലൊക്കെ ആയിരുന്നു, ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയില്ല. അപ്പം അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ 2 പേരും കൂടെ ബൈക്കിൽ വരുന്നു. അപ്പൊ എതിർവശത്ത് നിന്ന് 2 പേര് വരുന്നുണ്ട് കേട്ടോ. ഗജാനന്ദന്റെ ആ ഒരു എൻട്രിയാണ്, ന്യൂ എൻട്രി ആണ് കേട്ടോ, പുതിയൊരു എൻട്രിയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും 2 പേരെ കണ്ടത് ഗജാനന്ദൻ എടാ നിർത്തടാ എന്ന് പറയാണ്. അങ്ങനെ ക്രോസ് കൊണ്ടുവന്ന് അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഈ 2 പേരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഗജാനന്ദൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവന്മാരെ എന്തോ ഭീഷണിപ്പെടുത്താനുള്ള പ്ലാനും പദ്ധതിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഗജാനന്ദൻ ചോദിക്കുക, എടാ രാവിലെ തന്നെ 2 പേരും കൂടെ വീട്ടിൽ നിന്ന് മുങ്ങിയല്ലേ, 2ന്റെ വീട്ടിൽ പോയിട്ട് തന്നെ ഞാൻ വരുന്നത്. അത് പിന്നെ മുങ്ങാൻ ഞാൻ വെള്ളത്തിലൊന്നും അല്ലല്ലോ. മുങ്ങാൻ നീ വെള്ളത്തിലല്ലല്ലേ. ദേ നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ പോയെന്ന് അവന്മാര് ചോദിച്ചപ്പോഴത്തേക്കും ഗജാനന്ദൻ പറഞ്ഞു, 2 തരാനുള്ള ക്യാഷ് എടുത്തോ. ഗജാനന്ദനെ അറിയാലോ. അറിയാം, നന്നായിട്ട് അറിയാം. സച്ചിയെ കാണുമ്പോ മുട്ട് വരയ്ക്കുന്നതല്ലേ ഈ ഗജാനന്ദൻ. മുട്ട് വരയ്ക്കാനോ? അതെ ഗജാനന്ദ, ഞങ്ങൾക്കറിയാം. ഗജാനന്ദൻ ചെല്ല്, ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുതെന്ന് സച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേ. ഓ, ഗജാനന്ദൻ സാറേന്ന് വിളിച്ചവൻ ഇപ്പം വിളിച്ചത് കേട്ടോ, ഗജാനന്ദാന്ന്. ഇവനൊക്കെ സച്ചിയുടെ വാക്ക് കേട്ട് നടക്കുന്നവനാ. അപ്പം ഗജാനന്ദൻ ഇവന്മാരെ 2 പേരും പിടിച്ചു വെച്ച് ഇടിക്കാനും പൂശാനും ഒക്കെ തുടങ്ങിയിട്ട് പറഞ്ഞു, നീ സച്ചിയൊക്കെ ഉള്ള ധൈര്യത്തിലാണ് വിളയുന്നതെങ്കിലേ നടക്കില്ല. എടാ ഗജാനന്ദ, ഇത് അവന്റെ നാടാ. അവനെ അതുപോലെ കാണുന്നത്. അവനിപ്പോ ഞങ്ങക്ക് ദൈവമാ. പിന്നെ എനിക്ക് തരാനുള്ള ക്യാഷ് എടുക്ക്. ക്യാഷ് തരാതെ വിടില്ല. അതെ, തന്റെ കയ്യിൽ നിന്ന് വായിച്ച മുതലിന്റെ ഇരട്ടി പൈസ വരെ തന്നിട്ടുണ്ട്.
മുതലും പലിശയും ഒക്കെ ഇപ്പൊ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി യാതൊരു പൈസയും തരത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വിട്ടുപോക്കോ. സച്ചിനെ വിളിച്ചാൽ തടി കേടാവേ. പിന്നെ എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഗജാനന്ദൻ അടിക്കാനും ഇടിക്കാനൊക്കെ തുടങ്ങാട്ടെ. ഏതായാലും ഗജാനന്ദനെ ഒന്നും നോക്കാതെ ആ രണ്ടുപേരും അടിച്ച് നിലംപരിശാക്കാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഗജാനന്ദനെ കൊണ്ട് ഒന്നും പറ്റില്ല. കാരണം സച്ചിന്റെ അടുത്ത് ഗജാനന്ദൻ വെറും സീറോയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗജാനന്ദനൊക്കെ അവിടെ വലിയൊരു ഗജാനന്ദൻ എന്താ വലിയ ആള് കളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോ മറ്റേ രണ്ടാവന്മാരെ ഏറ്റുപോയപ്പോ ഗജാനന്ദൻ പറഞ്ഞു, ഓ ആരും കണ്ടില്ല, ഭാഗ്യം. എന്റെ ബോസെ കണ്ടാൽ എന്ത് കണ്ടില്ലെങ്കിൽ എന്ത്. ഇവിടെ ആർക്കും ഇപ്പം ബോസിനെ പേടിയില്ല കേട്ടോ. എല്ലാത്തിനും കാരണം ആ സച്ചി തന്നെയാ. പണ്ട് നാട്ടുകാർക്ക് മുമ്പിൽ വെച്ചല്ലേ ബോസിനെ അവൻ ചവിട്ടിക്കൂട്ടി നിലംപരിശാക്കിയത്. ഇപ്പം ബോസിനെ ആർക്കും ഒരു വിലയില്ല, പേടിയില്ല. അതിപ്പം ബോസിന് മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട ബോസെ, വേറെ ഏരിയ പിടിക്കുന്നത് തന്നെയാ നല്ലത്. അങ്ങനെ പേടിച്ചോടുന്നവനല്ല ഈ ഗജാനന്ദൻ. എന്നെ നിലംപരിശാക്കിയ സച്ചിനെ അവന് ഞാൻ വെറുതെ വിടില്ല. അവനുള്ളത് ഞാൻ കൊടുത്തിരിക്കും. അത് വേണോ? അതിന്റെ കാര്യമുണ്ടോ? അത് വേണം, അതിന്റെ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദൻ വണ്ടിയിൽ കയറാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവുവിനെയും ലക്ഷ്മിനെയൊക്കെയാണ് കേട്ടോ. കുറെ ദിവസമായില്ലേ ദേവുവിനെ ലക്ഷ്മിനെയൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ ദേവു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി ചെന്നിട്ട്, മോളെ നിനക്ക് വിശക്കുന്നില്ല, അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം, എന്തെങ്കിലും കഴിക്കാം. എന്നാ പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് ഇവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കാം. ആരായിരിക്കും എന്ന് ലക്ഷ്മി, ബാമേ നമുക്കറിയത്തില്ലല്ലോ, ആരാന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് പോയി നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ചെറിയ ഒരു ഇരുമ്പ് കമ്പിയുടെ ഇടയിൽ കൂടെ ഗജാനന്ദനെ കണ്ടിട്ട് ഇവർ ഞെട്ടുകയാണ്. അപ്പൊ ഗജാനന്ദനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി ഇറങ്ങി വന്നിട്ട്, നീയോ, നിനക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? നിങ്ങളോട് ഞങ്ങൾ ക്യാഷ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? ക്യാഷ് മേടിച്ചവരാരും ബോസിന് തിരികെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കൂടെയുള്ള ആള് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി ചോദിച്ചു, അവര് തരാനുള്ള ക്യാഷ് ഞങ്ങൾ തരണോ? അതിനുവേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഗജാനന്ദൻ എന്തൊരു അഹങ്കാരമാ. രേവതിനെ കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് എത്രയോ തവണ അമ്മയും മകളും മരിച്ചുപോയി നിങ്ങളുടെ കെട്ടിയോനും ക്യാഷിന് വേണ്ടി എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ മറന്നുപോയല്ലേ? ഒന്നും മറന്നിട്ടില്ല. ക്യാഷിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിന്നിട്ടുമില്ല. ക്യാഷ് എറിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ നിങ്ങൾ ചതിക്കായിരുന്നു. വീട്ടിലുള്ള പെണ്ണുങ്ങളെ മാത്രം ലക്ഷ്യമാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മുതലിന്റെ എത്രയോ പലിശയൊക്കെ കൂട്ടി തന്നു, എന്നിട്ടും കടം ബാക്കി. നീ കാരണം എത്ര പേര് നാട് വിട്ടു, എത്ര പേര് ആത്മഹത്യ ചെയ്തു. എന്നിട്ടും ഇതുവരെ ഇയാൾ ഒതുങ്ങിയില്ലല്ലേ? അപ്പോഴത്തേക്കും ഗജാനന്ദൻ പറഞ്ഞു, അതെ, അവൻ കാരണമേ ഞാൻ പെട്ടു നിൽക്കുക. നിന്റെ ചേച്ചിയുടെ കെട്ടിയവൻ, അവൻ കാരണം, ഇതിനൊക്കെ കാരണം. എനിക്ക് ആരും പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല. അതെ, ഈ നാട്ടിൽ കാല് കുത്തരുതെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ സച്ചേട്ടൻ? എന്ത് ധൈര്യത്തില ഈ വീട്ടിലേക്ക് നിങ്ങൾ വന്നത്? ഞാൻ എവിടെ കാല് കുത്തണം കാല് കുത്തണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ഞാനല്ലേ, അല്ലാതെ അവനല്ലല്ലോ. ഓ പിന്നെ ഈ നാട്ടുകാർക്ക് സച്ചേട്ടൻ ഇഷ്ടാ. അവർക്കൊരു ധൈര്യമാട്ടോ സച്ചേട്ടൻ. ഈ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു രൂപ പോലും ഉണ്ടാക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് വിശ്വാസ സച്ചേട്ടനോട് ഇവിടെയുള്ള എല്ലാവർക്കും. ഇപ്പോഴേ ചെല്ല് ആവശ്യമില്ലാതെ ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ചെല്ല് ഗജാനന്ദ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗജാനന്ദൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കാരണം കുറെ പേര് നാട് വിട്ടിട്ടുണ്ട്, ആശുപത്രി കിടന്നിട്ടുണ്ടെന്നൊക്കെ. ഞാൻ കാരണം പലതും നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. ഇനിയും പലതും ഇവിടെ നടക്കും. നിങ്ങളുടെ മരുമോനെയും മോളെയും ഒക്കെ സൂക്ഷിച്ചോ. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഈ ഗജാനന്ദൻ കളിക്കാൻ ഇറങ്ങുക. കളി തുടങ്ങിയാൽ പിന്നെ കളിക്കളം എല്ലാം ഒഴിച്ചിട്ടേ ഈ ഗജാനന്ദൻ കേറത്തുള്ളൂ. പിന്നെ ഇപ്പോഴും ജീവശവമായിട്ട് കിടപ്പുണ്ട് കുറെ എണ്ണം. ചിലവരെയൊക്കെ മണ്ണിലടിയിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഗജാനന്ദൻ. അങ്ങനെ ഒരു അവസ്ഥ ചിലപ്പം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞേരെ നിങ്ങളുടെ മകൾക്കും മകളുടെ കെട്ടിയവനോടും. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞതാ. ഈ കാര്യം സച്ചേട്ടനോട് രേവതി ചേച്ചിയോട് നേരിട്ട് എന്ന് പറയത്തില്ലായിരുന്നോ? അപ്പൊ ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായേനെ. അതിനുള്ള ധൈര്യം ഇല്ല അല്ലെ? ഗജാനന്ദന് ധൈര്യം ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാകും. അതിനെ എനിക്ക് ദിവസമൊന്നും വേണ്ട. ഗജാനന്ദ, നീ വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലാം ഒന്ന് അടങ്ങിയതല്ലേ? നീ പോകാൻ നോക്ക്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മേലിൽ നീ ഈ വീട്ടിൽ വരരുത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗജാനന്ദനെ ആട്ടി ഓടിക്കുകയാണ് ദേവുവും ലക്ഷ്മിയും കൂടെ ചേർന്ന്. അവിടെയും ഗജാനന്ദന് പരാജയം മാത്രം. പിന്നെ എങ്ങനെ ഗജാനന്ദന് മനസ്സമാധാനം കിട്ടും? അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഗജാനന്ദൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ബോസ് ഇനി എന്താണ് പ്ലാന്? അവനുള്ള പണി, സച്ചിക്കുള്ള പണി നേരിട്ടല്ല കൊടുക്കേണ്ടത്, രേവതിയിലൂടെയാണ് കൊടുക്കേണ്ടത്. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. അവന് രേവതി എന്ന് വെച്ചാൽ ജീവനാ. അത് ഞാൻ തകർത്തിരിക്കും, നോക്കിക്കോ, വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ.
ഏതായാലും ഈ സമയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി എന്തോ വണ്ടിയിൽ നിന്ന് കൊണ്ടുവരാണ് കേട്ടോ. എന്നിട്ട് അച്ഛാന്ന് പറഞ്ഞ അച്ഛനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ പറ്റി ഇവൻ, ഇതെന്താ നിന്റെ കയ്യില്? അത് പിന്നെ ഞാൻ പറയാം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് സച്ചി ഓടുകയാണ്. രേവതി ഇങ്ങ് വന്നേ, രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ രേവതി വന്നു. രേവതി വന്നിട്ട്, എന്താ സച്ചേട്ടാ? അതെ ബാ നമുക്ക് ടെറസിലേക്ക് പോകാം, ഈ സച്ചേട്ടന്റെ ഒരു കാര്യം എന്നൊക്കെ പറയാ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ, സന്തോഷത്തോടു കൂടി, ഇവരുടെ ആ ഒരു ചിരിയും കളിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി മേളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ പോയി, ഇത്ര സ്പീഡിൽ എന്തിനാ പോകുന്നത്, മെല്ലെ മെല്ലെ വന്നേ. അപ്പൊ നമ്മുടെ സച്ചി ഓർത്തിരിക്കുന്നത് രേവതി പ്രഗ്നന്റ് ആണെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സച്ചി പതുക്കെ പതുക്കെ പോകുന്നൊക്കെ പറയുന്നത് കേട്ടോ. പാവം നമ്മുടെ സച്ചിക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലെന്ന്. അങ്ങനെ ടെറസിന്റെ മണ്ടയിൽ വരെ എത്തിയിട്ട് നമ്മുടെ രേവതി സച്ചിയും. എന്നിട്ട് പിന്നെ റൂമിന്റെ പറച്ചില. റൂം ഈ ഒരു ഭാഗത്ത് ഒരെണ്ണം ഉണ്ടല്ലോ, നമുക്ക് ഈ ഭാഗത്ത് തൊട്ടിൽ വെക്കാമെന്ന് സച്ചി പറഞ്ഞു. തൊട്ടിലോ? അതെന്തിനാ? നമ്മുടെ കുഞ്ഞിനെ അതിൽ കിടത്താം, കട്ടിലിന്റെ അടുത്ത് തന്നെ തൊട്ടില് കിടത്തിയാലേ നമുക്ക് എഴുന്നേക്കാതെ കിടന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടി ഉറക്കാൻ പറ്റൂലോ എന്നൊക്കെ. നമ്മുടെ രേവതി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കൊള്ളാലോ ഐഡിയ. അല്ല സച്ചേട്ടാ, ഇതൊക്കെ എന്തിനാ സച്ചേട്ടാ ഇപ്പൊ പറയുന്നത്? അല്ല സച്ചേട്ടാ ഇത് എന്താ പറ്റിയത്? അല്ല കയ്യിൽ എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. ഇതെന്താണെന്ന് ചോദിച്ചാല് അത് നീ തുറന്നു നോക്കിയോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ കയ്യിലേക്ക്, അല്ല സോറി സച്ചി രേവതിയുടെ കയ്യിലേക്ക് അതങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ സച്ചി ചോദിച്ചു, ഇത് എന്താ എനിക്ക് അല്ല രേവതി ചോദിച്ചത് എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ തുറന്നു നോക്ക, എന്നല്ലേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ, തുറന്നു നോക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടൻ തന്നെ പറ. അത് നീ ആദ്യം തുറന്നു നോക്ക് രേവതി, തുറന്നു നോക്കുമ്പോ അറിയാലോ അതിനകത്ത് എന്താണെന്ന്. അങ്ങനെ നമ്മുടെ രേവതി അത് തുറന്നു നോക്കി, ഇത് പോവാണ് കേട്ടോ. അതിനകത്ത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കില്ലേ? അതിനകത്ത് വേറൊന്നുമല്ല, ഒരു ചെറിയൊരു പാവക്കുട്ടിയാണ് കേട്ടോ. നമ്മുടെ രേവതി ഇത് കണ്ടതൊന്ന് അതിശയിച്ചു പോയി. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതിനെ ഇങ്ങ് തന്നേന്നും പറഞ്ഞ് ഇങ്ങനെ മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരിരാരോ എന്നൊക്കെ വെച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി വരും. ഇത് എന്ത് പറ്റി സച്ചേട്ടാ, ഇത് എന്താ പറ്റിയത്? അപ്പൊ അച്ഛന്റെ പുന്നാര മോള് ആരാരോ എന്നൊക്കെ പറഞ്ഞ് ആ പാവക്കുട്ടീനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പാവം മൊത്തം തെറ്റിദ്ധാരണയാണ് കേട്ടോ. എന്നാലും ഈ സീൻ കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ആദ്യം ഒരു ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.